സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കത്തോലിക്ക പള്ളികളിൽ സർക്കുലർ മദ്യവിരുദ്ധ ഞായറാചരണത്തിന്റെ ഭാഗമായാണ് സർക്കുലർ വായിച്ചത്. കത്തോലിക്ക സഭയുടെ മദ്യലഹരി വിരുദ്ധ ഞായറാചരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലറാണ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ രൂക്ഷ വിമർശനം. സംസ്ഥാനം നിലവിൽ മദ്യശാലകളുടെ പ്രളയത്തിലാണെന്നും സർക്കുലറിൽ കുറ്റപ്പെടുത്തുന്നു. 1000-ലധികം ബാറുകളും 337 ബെപ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും 5071 കള്ള് ഷാപ്പുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിയന്ത്രണവുമില്ലാതെ മദ്യശാലകൾക്ക് സർക്കാർ യഥേഷ്ടം ലൈസൻസ് അനുവദിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് KCBC ചൂണ്ടിക്കാട്ടി. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ സഭയും വിശ്വാസികളും മാത്രം പോരാടിയാൽ പോരെന്നും എല്ലാ സമുദായങ്ങളും ഭക്തസംഘടനകളും ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിച്ച് ശക്തമായി രംഗത്തിറങ്ങണമെന്നും സർക്കുലർ ആഹ്വാനം ചെയ്യുന്നു. കുടുംബങ്ങളെയും യുവതലമുറയെയും തകർക്കുന്ന ഈ വിപത്തിനെതിരെ സാമൂഹികമായ വലിയൊരു പ്രതിരോധം ആവശ്യമാണെന്ന് സഭ വ്യക്തമാക്കി. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെയാണ് കത്തോലിക്ക പള്ളികളിൽ ഈ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. മദ്യനയത്തിൽ സർക്കാരിനെതിരെയാണ് കത്തോലിക്ക സഭ രംഗത്തെത്തിയിരിക്കുന്നത്. മദ്യവിരുദ്ധ ഞായറാചരണത്തിന്റെ ഭാഗമായാണ് സർക്കുലർ വായിച്ചത്. കത്തോലിക്ക സഭയുടെ മദ്യലഹരി വിരുദ്ധ ഞായറാചരണത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സർക്കുലറിലാണ് സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ രൂക്ഷമായ വിമർശനമുള്ളത്. സംസ്ഥാനം നിലവിൽ മദ്യശാലകളുടെ പ്രളയത്തിലാണെന്നും ഈ ഒരു സർക്കുലറിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. 1000-ലധികം ബാറുകളും 337 ബെപ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും 5071 കള്ള് ഷാപ്പുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നിയന്ത്രണവുമില്ലാതെ മദ്യശാലകൾക്ക് സർക്കാർ യഥേഷ്ടം ലൈസൻസ് അനുവദിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും KCBC ചൂണ്ടിക്കാട്ടുന്നു. ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ സഭയും വിശ്വാസികളും മാത്രം പോരാടിയാൽ പോരെന്നും എല്ലാ സമുദായങ്ങളും ഭക്ത സംഘടനകളും ലഹരി വിരുദ്ധ സമിതികൾ രൂപീകരിച്ച് ശക്തമായി തന്നെ രംഗത്തിറങ്ങണമെന്നും സർക്കുലർ ആഹ്വാനം ചെയ്യുന്നു.